ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഒരു രോഗിയിൽ നമ്മൾ മിക്കവാറും ആ രോഗി ഐസിയുവിൽ തന്നെയായിരിക്കും. ഐസിയുവിലുള്ള രോഗിയിൽ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചലനശേഷി തിരിച്ച് റീഗെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള പാസീവ് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസുകൾ, PNF ടെക്നിക്സ് എന്ന് പറയുന്ന ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ആ രോഗിക്ക് പൊസിഷനിങ്, ആ രോഗിയുടെ കൈകളും കാലുകളും ശരിയായ രീതിയിൽ പൊസിഷനിങ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന രോഗിക്ക് നമ്മൾ കണ്ടിട്ടുള്ളത് അവരൊരു അബ്നോർമൽ പാറ്റേണിലേക്ക് അവരുടെ കൈകാലുകൾ പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്പാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനും കൂടി വരുന്നതാണ് ഇതിൽ. അതും കൂടി വരുമ്പോൾ അത് ബുദ്ധിമുട്ടായി വരാറുണ്ട്. ഇനീഷ്യൽ ഫേസ്, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ റോൾ ICUവിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നതാണ്. എന്നിട്ട് വൺസ് രോഗി ഡിസ്ചാർജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗിക്ക് ഒന്നെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ പോയിട്ട് ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്തു പോകാം, ഇല്ല എങ്കിൽ ഒരു ഹോം കെയർ ഫിസിയോതെറാപ്പി സർവീസസ് സ്വീകരിക്കാവുന്നതാണ്.